ഇനി നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ് രജിസ്റ്ററുകൾ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്താന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. രജിസ്റ്റർ എന്താണ്, രജിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഓരോ ടൈപ്പ് രജിസ്റ്റർ എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇതിനകത്ത് പല ഡാറ്റയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ബൈനറി ഫോമിൽ 0-1 എന്നുള്ള ഫോർമുലൊക്കെയാണ് എന്ത് ചെയ്യുക, ഇതിനകത്തൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്കൊന്നും നമ്മൾ വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ബോർഡ് എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ വരും, അത് നമ്മൾ എഴുതുക, പാസ്സാവുക. ഇതിൻ്റെ ലാബ് വരും, അത് ചെയ്യുക, പാസ്സാവുക. ഇതിൻ്റെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് 4 ടൈപ്പ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റത്തെ ഒരാളാണ് SISO, ഡാറ്റ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. അങ്ങനെ നമ്മൾ പറയാം SISO എന്ന് പറയുമ്പോൾ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ട്. ഡാറ്റ സീരിയലായിട്ട് കയറും, സീരിയലായിട്ട് എന്ത് ചെയ്യും, ഔട്ടാവും. ഇപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു 4 കോളം വരയ്ക്കാം. 4 കോളം വരച്ചിട്ട് 1 2 3 4. ഓക്കെ, ഇതിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3, ഫ്ലിപ്പ് ഫ്ലോപ്പ് 4. അതിന് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് കാണിക്കാം. കാണിച്ചിട്ട് സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട്, അങ്ങനെ ഡാറ്റ അതിനെ വരുന്നത് സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട്. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3, ഫ്ലിപ്പ് ഫ്ലോപ്പ് 4. അപ്പോൾ ഇതിൽ ഇൻപുട്ട് ഡാറ്റ അങ്ങനെ സീരിയലായിട്ട് വരും. ഇതാണ് നമ്മളെ ഇൻപുട്ട് ഡാറ്റ വരുന്നത്. ഇൻപുട്ട് ഡാറ്റ സീരിയലായിട്ട് വരും, ഇൻപുട്ട് ഡാറ്റ സീരിയലായിട്ട് എന്ത് ചെയ്യും, പോവും. ഓക്കെ, അതാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ആദ്യം ഡാറ്റ കയറും, അതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോവും, ഇവിടുന്ന് ഇങ്ങോട്ട് പോവും, ഇവിടുന്ന് ഇങ്ങോട്ട് പോവും, ഇവിടുന്ന് അങ്ങനെ എന്ത് ചെയ്യും, ഔട്ടായിട്ട് പോവും. ഓക്കെ, അപ്പോൾ സീരിയലായിട്ട് ഡാറ്റ കയറും, സീരിയലായിട്ട് ഡാറ്റ എന്ത് ചെയ്യും, ഔട്ടാവും. അതാണ് സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാറ്റഗറി. ഇനി അടുത്ത കാറ്റഗറി വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിനകത്ത് സീരിയൽ ഇന്ന് പാരലൽ ഔട്ട്, സീരിയൽ ഇന്ന് പാരലൽ ഔട്ട്. അതായത് ഇപ്പോൾ ഡാറ്റ ഇവിടുന്ന് എന്ത് ചെയ്തു, ഇൻപുട്ട് ഇങ്ങനെ കയറി, ഇൻപുട്ട് കയറിയിട്ട് ഔട്ടാവുക ഈ രീതിയിലായിരിക്കും, പാരലായിട്ട്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പൊന്നും പാരലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഡാറ്റ പുറത്തേക്ക് പോവുക. അതാണ് സീരിയൽ ഇന്ന് പാരലൽ ഔട്ട് രജിസ്റ്റർ. അതായത് ഡാറ്റ സീരീസ് ആയിട്ട് ഉള്ളിലേക്ക് കയറും, പാരലായിട്ട് എന്ത് ചെയ്യും, ഔട്ടാവും. അതാണ് സീരിയൽ ഇന്ന് പാരലൽ ഔട്ട് എന്ന് പറയുന്ന അടുത്ത രജിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഇത് ഒരു ക്ലാസിഫിക്കേഷനായി. ഇനി ഇത് നമുക്ക് പിന്നെ വീണ്ടും ഇങ്ങനെ ഇതിൽ തന്നെ ചെറിയ മാറ്റം വരും, പാരലൽ ഇന്ന് സീരിയൽ ഔട്ട്. അപ്പോൾ ഡാറ്റ ഇങ്ങനെ പാരലായിട്ടായിരിക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇൻപുട്ട് ഡാറ്റയാണ് ഈ ഭാഗത്ത് വരിക. ഓക്കെ, പാരലായിട്ട് ഡാറ്റ ഉള്ളിലേക്ക് കയറും, സീരിയലായിട്ട് എന്ത് ചെയ്യും, ഡാറ്റ പുറത്തേക്ക് പോകും. അപ്പോൾ ഇതെങ്ങനെ വരിക, പാരലൽ ഇന്ന് സീരിയൽ ഔട്ട്. അതായത് ഡാറ്റ പാരലായിട്ട് ഇതിനകത്തേക്ക് വരും, സീരിയലായിട്ട് എന്ത് ചെയ്യും, ഡാറ്റ പുറത്തേക്ക് പോവും. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് പാരലൽ ഇന്ന് പാരലൽ ഔട്ട്. പാരലൽ ഇന്ന് പാരലൽ ഔട്ട്. പാരലായിട്ട് ഡാറ്റ ഉള്ളിലേക്ക് കയറി, പാരലായിട്ട് ഡാറ്റ പുറത്തേക്ക് പോയി. ഇതാണ് പാരലൽ ഇന്ന് പാരലൽ ഔട്ട് രജിസ്റ്റർ കേട്ടോ. അപ്പോൾ 4 ടൈപ്പ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കൽ. അപ്പോൾ അതിൽ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പാരലൽ ഇന്ന് പാരലൽ ഔട്ട്, സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോന്നിൻ്റെയും, അതായത് നിങ്ങളിങ്ങനെ ജസ്റ്റ് ആലോചിക്കുക, സീരിയൽ ഇന്ന് സീരിയൽ ഔട്ട്, സീരിയൽ ഇന്ന് പാരലൽ ഔട്ട്, പാരലൽ ഇന്ന് പാരലൽ ഔട്ട്, പാരലൽ ഇന്ന് സീരിയൽ ഔട്ട്. ഇത് ഓരോന്നും എന്താണെന്ന് ഞാനീ പറഞ്ഞ ഒരു ഈ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓരോ രജിസ്റ്ററും ഫ്ലിപ്പ് ഫ്ലോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അത്ര വിശദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ലോജിക്ക് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഈ രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് നിന്ന് സ്ഥിരമായിട്ട് വരുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ആൽഫ ആഡർ ഉണ്ട്, അതുപോലെ ഹാഫ് സബ്സ്ട്രാക്ടർ ഉണ്ട്, അതുമാതിരി ഫുൾ ആഡർ. അപ്പോൾ ഏതൊക്കെയാണ്? ഹാഫ് ആഡർ, ഹാഫ് സബ്സ്ട്രാക്ടർ, ഫുള്ള് ആഡർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് എഴുതിയെടുക്കണം എന്നുള്ളത്. ഇത് എല്ലാം കൂടി ഒന്നിച്ച് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ അവിടെ നമുക്ക് വരലുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ചിട്ട് എഴുതാൻ കാരണം കേട്ടോ. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 7 മാർക്കിൻ്റെ അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഒന്നിൽ നിന്നും ചെറിയ മാറ്റം വരുത്തിയാലാണ് നമുക്ക് അടുത്തത് നമ്മൾ ചെയ്യല്. അതായത് ഈ 3 ടോപ്പിക് ഉണ്ട്, ഈ 3 ടോപ്പിക്കിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 7 മാർക്കിൻ്റെ അവിടെ വരും. 7 മാർക്കിൻ്റെ അവിടെ വരുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അത് എഴുതിയത്. അപ്പോൾ എഴുതുമ്പോൾ ഇപ്പോൾ ഹാഫ് ആഡർ എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ടേബിൾ എഴുതാം. ടേബിൾ എഴുതുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ബൈനറി അഡീഷൻ നമ്മൾ നേരത്തെ ടേബിൾ എഴുതിയില്ലേ, സെയിം സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ എടുത്ത് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇൻപുട്ടിൻ്റെ അവിടെ എക്സ് വൈ കൊടുക്കുക, ഔട്ട്പുട്ടിൻ്റെ അവിടെ സമ്മ് പിന്നെ ക്യാരി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത്ര മതി. എന്നിട്ട് 0 0 0 1 1 0 1 1 എഴുതി വെച്ചു. 0 0 പറയുമ്പോൾ 0 ആണ്, ക്യാരി 0 ആണ്. 0 1 എന്ന് പറയുമ്പോൾ സമ്മ് 1 ആണ്, ക്യാരി 0 ആണ്. 1 0 പറയുമ്പോഴും സമ്മ് 1 ആണ്, ക്യാരി 0 ആണ്. 1 1 എന്ന് പറയുമ്പോൾ സമ്മ് 0 ആണ്, ക്യാരി 1 ആണ്. നമ്മളെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഓക്കെ, ഒന്നാം ഘട്ടം നമ്മൾ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഈ സമ്മിനെ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് കാണാം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവണ സമയത്താണ് സമ്മിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവണത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവണ സമയത്താണ് സമ്മിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത്? ഹൈ ആവണത്. അപ്പോൾ നമ്മൾ സമ്മിന് എന്ത് ചെയ്യുക? സമ്മ് സീക്വൽ ടു എക്സ് ഓർ ഗേറ്റ് വൈ. ഇതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ വരിക. എക്സ് ഓർ ഗേറ്റ്, അതായത് ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് എക്സ് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ എക്സ് ഓർ വൈ എന്ന് പറയുമ്പോൾ സമ്മിൻ്റെ സംഭവമായി. ക്യാരി 1 ആവണത് 2 ഇൻപുട്ട് ഹൈ ആകുമ്പോഴാണ് ക്യാരി ഹൈ ആവണത്. അപ്പോൾ ക്യാരി സീക്വൽ ടു എക്സ് വൈ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു സംഭവം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രം നമുക്ക് വരയ്ക്കണം. ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രം നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫുൾ ആഡർ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അതിനൊരു എക്സോർ ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇയാൾ നമ്മുടെ എക്സ് ആണ്, ഇയാൾ നമ്മുടെ വാല്യൂ വൈ ആണ്. ഈ എക്സ് വൈ എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു എക്സോർ ഗേറ്റ് വഴി പുറത്തേക്ക് എടുത്താൽ സമ്മ് സീക്വൽ ടു, അപ്പം എന്ത് ചെയ്തു? സമ്മിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. കണ്ടോ? അതിൻ്റെ ലോജിക് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ എക്സ് ഒരു ഇൻപുട്ട്, വൈ ഒരു ഇൻപുട്ട്, എക്സോർ ഗേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സമ്മിൻ്റെ ഭാഗം നമുക്ക് കിട്ടി. ഇനി ക്യാരിയുടെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ് വെച്ച് കൊടുക്കാം. ഒരു ആൻഡ് ഗേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആൻഡ് ഗേറ്റ് വെച്ച് കൊടുത്തിട്ട് ഈ എക്സും വൈയും അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരി സീക്വൽ ടു എക്സ് വൈ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി.
അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ് ഹാഫ് ആർഡർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആദ്യം ഈ ടേബിളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ എഴുതാം. ടേബിളും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സാധാ ബൈനറി അഡീഷൻ്റെ ആ സംഭവം തന്നെ എടുത്ത് എഴുതുക. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ സമ്മ് സീക്വൽ എക്സ് ഓർ വൈ ആയിരിക്കും കിട്ടുക, ക്യാരി എന്നുള്ളത് എക്സ് വൈ ആയിരിക്കും കിട്ടുക. അതൊരു ലോജിക്കേറ്റ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഇനി നമ്മൾ ഹാഫ് സബ്സ്ട്രാക്ടർ ഇതൊന്ന് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഹാഫ് സബ്സ്ട്രാക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ ഹാഫ് സബ്സ്ട്രാക്ടർ നമുക്ക് കുറച്ചുകൂടി മാറ്റി എഴുതാം. ഹാഫ് സബ്സ്ട്രാക്ടർ എഴുതുമ്പോൾ നേരത്തെ അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് നമ്മൾ എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ബോറോ ഉണ്ടായിരിക്കും, അത് കൊടുക്കാം. എന്നിട്ട് 0 0 0 1 1 0 1 1. ഓക്കെ, അതായത് ബൈനറി സബ്സ്ട്രാക്ഷൻ്റെ സെയിം സംഭവം. അപ്പോൾ 0 0 പോയി കഴിഞ്ഞാൽ 0, ഇവിടെ ബോറോ 0, പിന്നെ 0 1 പോവില്ല അല്ലേ. 0 1 പോകുമ്പോൾ എങ്ങനെയാ ഇത് വരിക, 0 1 പോയി കഴിഞ്ഞാൽ ഡിഫറൻസും 1 വരും, ബോറോ 1 വരും. 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1, ഇത് 0, 1 മൈനസ് 1 0 0. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു ഭാഗം വരുമ്പോൾ മാത്രം അല്ലേ 0 മൈനസ് 1 വരുന്നിടത്ത് മാത്രമേ ഇവിടെ 1 1 വരുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ബോറോ എന്താണ് 0 ആയിട്ടാണ് നമ്മൾ പോണത്. ബാക്കിയുള്ളിടത്തൊക്കെ അതായത് എക്സ് എന്നുള്ളവർക്ക് 0, അപ്പോൾ എക്സ് ബാർ വരും, ഇവിടെ വൈ വരും. ഓക്കെ, ഈ കാര്യം മാത്രം നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ് ഡി, അതായത് പ്രത്യേകിച്ചാലും മതി. ഡിഫറൻസ് ഡി സീക്വൽ ടു ഇവിടെ 1 ആവണ 2 കണ്ടീഷനാണ് വരുന്നത്. ഒന്ന് എന്നുള്ളത് 0 1 1 0. ഓക്കെ, 0 1 1 0. അപ്പോൾ എക്സോർ ഗേറ്റ് ആണ് അവിടെ വരിക. അപ്പോൾ എക്സോർ വൈ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് ആയി. ഇനി ബോറോ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ബോറോ 1 ആവണത് എക്സ് 0യും വൈ ഇതാവുമ്പോൾ, അപ്പോൾ എക്സ് ബാർ വൈ. ഓക്കെ, എക്സ് ബാർ വൈ. അപ്പോൾ നമുക്ക് ടേബിൾ വരയ്ക്കേണ്ടുന്ന ഒരു ലോജിക്ക് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ടേബിൾ വരയ്ക്കേണ്ട ലോജിക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എക്സ് കാണിക്കുക, പിന്നെ ഇവിടെ അടുത്തത് വൈ കാണിക്കുക. ഒരു എക്സോർ ഗേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ അത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ഈക്വൽ ടു എക്സോർ വൈ. അത് കഴിഞ്ഞാൽ നമുക്ക് ബോറോ കിട്ടണം. ബോറോ കിട്ടാൻ നേരത്തെ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് കാണിക്കാം. ആൻഡ് ഗേറ്റ് കാണിച്ചിട്ട് വൈ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ ആണ് വരേണ്ടത്. അപ്പോൾ എക്സ് ബാർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ബോറോ ആണ്. ബോറോ ഈക്വൽ ടു എക്സ് ബാർ വൈ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ, ആൽഫാഡർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബൈനറി അഡീഷൻ്റെ ടേബിൾ എടുത്ത് എഴുതാം. അത് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, എക്സ് ഓർ വൈ, പിന്നെ എക്സ് വൈ എന്നുള്ളതാണ് ഇതിൻ്റെ ക്യാരി വരിക സംഭവം. അതിൽ ഈ ക്യാരീൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു എക്സിനകത്തൊരു നോട്ട് ഗേറ്റ് വെച്ചിട്ട് മാറ്റി കഴിഞ്ഞാൽ ഹാഫ് സബ്സ്ട്രാക്ടറിൻ്റെ ഫിഗറായിട്ട് മാറും. ഏതിൻ്റെ ഫിഗറായിട്ട് മാറും? ഹാഫ് സബ്സ്ട്രാക്ടറിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഹാഫ് സബ്സ്ട്രാക്ടർ കിട്ടും. അതായത് നിങ്ങൾ ഹാഫ് ആഡർ ക്ലിയർ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഹാഫ് ആഡർ ക്ലിയർ ആയിട്ട് പഠിക്കുമ്പോൾ ബൈനറി അഡീഷൻ്റെ ഫോർമുലയിൽ കൊടുക്കുക. ഹാഫ് ആഡർ ക്ലിയർ ആയിട്ട് പഠിക്കുമ്പോൾ ബൈനറി അഡീഷൻ്റെ ഫോർമുല ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതുക. സമ്മതിക്കൽ എക്സ് ഓർ വൈയും ക്യാരി എന്നൊക്കെ ഉള്ള കൊടുത്തതിന് ശേഷം ഈ ഫിഗർ വരെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഹാഫ് സബ്സ്ട്രാക്ട് പറയുമ്പോൾ ബൈനറി സബ്സ്ട്രാക്ഷൻ്റെ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, 3ാമത്തെ മൊഡ്യൂൾ പഠിച്ചില്ലേ, ആ സാധനങ്ങൾ എടുത്ത് എഴുതാം. എന്നിട്ട് ഇവിടെ ആൻഡ് ഗേറ്റിൽ എക്സ് എന്ന് വരുന്നിടത്ത് ഒരു നോട്ട് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോജിക് ഡയഗ്രായി. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ഒറ്റ മാർക്ക് കുറയില്ല,
ഫുള്ള് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഫുൾ ആഡർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ബിറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ അത് ഹാഫ് ആഡറും ഹാഫ് സബ്സ്ട്രാക്ടറാണ് ഉള്ളത്. അടുത്ത നമ്മൾ ഫുൾ ആഡറിലേക്ക് പോകുമ്പോൾ അവിടെ 3 ബിറ്റ് ഉണ്ടാവുക. അതായത് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എ ബി സി. ഓക്കെ. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സം ഉണ്ടാവും, ക്യാരി ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ പതിവ് പോലെ എടുത്ത് എഴുതാം. ഞാൻ പതിവ് പോലെ എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് മറക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ 0 1 0 1 0 1 ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ആ ഒരു പാറ്റേൺ നിങ്ങളെടുത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റില്ല എന്ന് മാത്രം കേട്ടോ. വേറെ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ശരിക്ക് 0 1 0 1 0 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാൻ പാടൊന്നുമില്ല. പക്ഷെ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, അത് എഴുതുമ്പോൾ ഒരു തെറ്റല് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചിട്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ബോർഡ് എക്സാമിന് എങ്ങനെയും ഇതൊന്ന് എഴുതി പാസ്സാവുക എന്നുള്ളതല്ല നമ്മുടെ എയിം. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ജസ്റ്റ് ഇങ്ങടുത്ത് പറഞ്ഞത്. ഇനി ജസ്റ്റ് നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 0 0 0 ഇതിവിടെ 0 ആണ്, ക്യാരി 0 ആണ്. പിന്നെ ഇവിടെ 0 ഇതിൻ്റെ ആൻസർ സമ്മ് 1 വരും, ക്യാരി 0 വരും. ഇവിടെയും സമ്മ് 1 വരും, ക്യാരി 0 വരും. ഇവിടെ നിന്നുള്ളത് 1 + 1, അപ്പോൾ 0 ക്യാരി 1 വരും. അത് കഴിഞ്ഞാൽ അടുത്ത കേസിൽ ഇവിടെ സമ്മ് 1 ക്യാരി 0, ഇവിടെ സമ്മ് 0 ക്യാരി 1. അത് കഴിഞ്ഞാൽ അടുത്തതിൽ ഇവിടെ സമ്മ് 1 ക്യാരി 0 1 1. ഇവിടെ 2 കേസിലും 1 1 വരും. say 0 1 1 0 1 1 0 1 0 0 0 1 0 1 1 0 1 0 0 1 0 0 1. അപ്പോൾ ഏകദേശം ഈ രീതിയിൽ നമുക്ക് എന്ത് ഇതിൻ്റെ ടേബിൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 3 നമ്പർ വെച്ചിട്ടുള്ള അഡീഷനാണ് വരിക. അപ്പോൾ 0 0 0 പറയുമ്പോൾ 0 0 0 0 + 1 1 0. ഓക്കെ. 0 + 1 പറയുമ്പോൾ 1, പിന്നെ വീണ്ടും 0. ഓക്കെ, ക്യാരി 0 ആയിപ്പോയി. 0 + 1 ഓക്കെ. 1 + 1 പറയുമ്പോൾ സമ്മ് 0 ക്യാരി 1, അത് ഓക്കെയാണ്. പിന്നെ 1 0 0 പറയുമ്പോൾ സമ്മ് 1 ക്യാരി 0, അത് ഓക്കെയാണ്. 1 + 0 പറയുമ്പോൾ 1, 1 + 1 പറയുമ്പോൾ സമ്മ് 0 ക്യാരി 1, അത് ഓക്കെയാണ്. പിന്നെ 1 0 0 പറയുമ്പോൾ സമ്മ് 1 ക്യാരി 0, ഓക്കെയാണ്. 1 + 1 + 1 എന്ന കണ്ടീഷൻ പറയുമ്പോൾ 1 1 എന്ന രീതിയിൽ എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇതിനകത്ത് ഈ സമ്മിൻ്റെ കോളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സമ്മ് നമ്മളിങ്ങനെ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് ആണ് സമ്മ് 1 വരുന്നത്. ഓക്കെ. അതേപോലെ ക്യാരിയും ഇതേപോലെ വരും. അപ്പോൾ ക്യാരിയുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കിയാൽ മതി. ആൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും 2 ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ക്യാരിയും വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മിൻ്റെയും ക്യാരിൻ്റെയും ഫോർമുല എടുത്ത് എഴുതുമ്പോൾ സമ്മ് = XOR YOR, അല്ലെങ്കിൽ നമ്മളിവിടെ ABC എന്ന് കൊടുത്തിട്ടുള്ളത് A XOR B XOR C എന്ന് വരും. ക്യാരി എന്ന് പറയുമ്പോൾ AB + BC + AC, ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ആൻഡ് ഗേറ്റ് ആണ് ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമുക്കത് സോൾവ് ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആൽഫാഡർ അല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഫുൾ ആഡർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ ആഡർ ചെയ്യുന്ന സമയത്ത് 3 ഡിജിറ്റാണ് വരിക. ആ 3 ഡിജിറ്റ് എഴുതിയിട്ട് നമ്മൾ ബൈനറി അഡീഷൻ വഴി അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എടുത്തിട്ട് എഴുതിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടും. ഈ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പരിപാടി എന്നുള്ളത് ഇതിൻ്റെ ഫോർമുല എടുത്തിട്ട് എഴുതലാണ്. ഫോർമുല എടുത്തിട്ട് എഴുതി ആ ഫോർമുല നമ്മൾ എടുത്ത് എഴുതിയ പ്രകാരം ഞാൻ അതിൻ്റെ ഒരു ലോജിക് ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ. അപ്പോൾ 3 ഇൻപുട്ട് ഉണ്ട്, എ ബി സി. അങ്ങനെ 3 ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്തു, എടുത്തു. 3 ഇൻപുട്ട് എടുത്തിട്ട് അതൊരു എക്സോർ ഗേറ്റ് വഴി നമ്മൾ പുറത്തേക്ക് എടുത്തു. 3 ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് അതൊരു എക്സോർ ഗേറ്റ് വഴി നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് സമ്മ് കിട്ടി. സമ്മ് സീക്കൽ ടു എ എക്സോർ ബി എക്സോർ സി. ഇവരാണ് നമ്മളെ ഇൻപുട്ടുകൾ എ ബി സി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 3 ആൻഡ് ഗേറ്റ് വരയ്ക്കാം. 1 3 ആൻഡ് ഗേറ്റ് വരച്ചിട്ട് ഇപ്പോൾ ആദ്യത്തേൽ എ ബി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ജമ്പർ ഇട്ട് കൊടുക്കുക, എ ബി. ഇതിൻ്റെ ഔട്ട് എ ബി ആണ് വരിക. അത് കഴിഞ്ഞാൽ അടുത്തതിൽ ബി സി കൊടുക്കുക. മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയുന്നത് ബി സി. ഇതിൻ്റെ ഔട്ട്പുട്ട് ബി സി എന്നായിരിക്കും വരെ ഉണ്ടാവുക. അടുത്തത് ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എ സി എന്നുള്ളൊരു കോമ്പിനേഷനാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു കോമ്പിനേഷൻ എടുത്തു. അപ്പോൾ എ ബി ബി സി, അടുത്തത് എ സി. ഈ 3 കോമ്പിനേഷൻ എടുത്തിട്ട് ഒരു ഓർ ഗേറ്റ് നമ്മളിവിടെ കണക്ട് ചെയ്യാം. ഒരു ഓർ ഗേറ്റ് നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എടുക്കുക. ഔട്ട് എടുക്കുന്ന സമയത്ത് ക്യാരി നമുക്ക് കിട്ടും എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഇപ്പം നമ്മൾ ഫുൾ ആഡറായി. അതായത് ഹാഫ് ആഡറിനകത്ത് 2 ഇൻപുട്ടായിരിക്കും, ഫുൾ ആഡറിനകത്ത് 3 ഇൻപുട്ടായിരിക്കും. 3 ഇൻപുട്ട് കോമ്പിനേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആൻഡ് ഗേറ്റും നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആൽഫ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ ആഡർ എന്നുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ജസ്റ്റ് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. 4ാമത്തെ മൊഡ്യൂളിൽ തന്നെ മെയിനായിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യനാണ് മൾട്ടിപ്ലെക്സറും ഡീമൾട്ടിപ്ലെക്സറും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എടുക്കാൻ വേണ്ടി പോണത് 4/1 മൾട്ടിപ്ലെക്സറാണ്. 4/1 മൾട്ടിപ്ലെക്സർ. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം അറിയും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മൊബൈൽ ഫോണിന് പകരം സാധാ ലാൻഡ് ഫോൺ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ടാവും. ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ ഒരു 6 ടെലിഫോണിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു 1000 ടെലിഫോണിൻ്റെ കണക്ഷൻ ഒരു എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ കൊടുക്കുന്നു വിചാരിക്കുക, ഉദാഹരണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട് മുള്ളൂർക്കരയാണെങ്കിൽ, അല്ലെങ്കിൽ ഷൊർണൂരാണെങ്കിൽ, അല്ലെങ്കിൽ ചെറുതുരുത്തി ആണെങ്കിൽ, അല്ലെങ്കിൽ പട്ടാമ്പി ആണെങ്കിൽ, ചെറുപ്പശ്ശേരി ആണെങ്കിൽ, നമ്മുടെ വീട് എവിടെ വെച്ചാൽ ആ വീടിന് നിയറസ്റ്റ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ടാവും. ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നാണ് ഓരോ വീട്ടിലേക്കും ഓരോ സ്ഥാപനത്തിലേക്കുള്ള കണക്ഷൻ പോവുക. അപ്പോൾ ഒരു എക്സ്ചേഞ്ചിൻ്റെ കീഴിൽ ഉദാഹരണം ഒരു 1000 കണക്ഷൻ കൊടുത്ത് വിചാരിക്കുക. ഈ 1000 കണക്ഷനിൽ വരുന്ന ഡാറ്റ ഒരു സിംഗിൾ ലൈനായിട്ടാണ് എന്ത് ചെയ്യുക, അടുത്ത പോയിന്റിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡാറ്റേനെ ഒരു സിംഗിൾ ലൈനായിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ എന്താ പറയുക, മൾട്ടിപ്ലെക്സർ എന്ന് പറയാം കേട്ടോ. മൾട്ടിപ്ലെക്സർ. അപ്പോൾ 4 ഇൻപുട്ട് ഡാറ്റേനെ ഒരു സിംഗിൾ ലൈൻ വഴി കടത്തി വിടുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പശ്ശേരി ടെലിഫോൺ എക്സ്ചേഞ്ചിൽ 1000 കണക്ഷൻ പോയിന്റ്. ഈ 1000 കണക്ഷൻ അടുത്ത പോയിന്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്ചേഞ്ചിൽ നിന്ന് അതിൻ്റെ അടുത്ത കമ്മ്യൂണിക്കേഷൻ പോയിന്റിലേക്ക് കൊടുക്കാൻ വേണ്ടി 1000 ലൈനൊന്നും വലിക്കില്ല. പകരം എന്ത് ചെയ്യും, ഈ 1000 ലൈനും കൂടിയിട്ട് ഒരു സിംഗിൾ ലൈന് വഴി എന്ത് ചെയ്യും, കടത്തി വിടും. അപ്പോൾ ഇവിടുത്തെ എന്താണ് 1000:1 മൾട്ടിപ്ലെക്സർ ആയിരിക്കും നമ്മുടെ ചെറുപ്പശ്ശേരി എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് നമുക്ക് ഇവിടെ സിലബസിൽ പഠിക്കാനുള്ളത്. അതായത് ഒരുപാട് ഡാറ്റ ലൈൻ ഒരു സിംഗിൾ ലൈനായിട്ട് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലെക്സർ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് 4/1 മൾട്ടിപ്ലെക്സർ എന്നുള്ള 4/1 മൾട്ടിപ്ലെക്സറാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പേ
ജസ്റ്റ് അതിൻ്റെ ഒരു ടേബിൾ നമുക്ക് എഴുതാണ്ട് അതിൻ്റെ ഫിഗർ വരയ്ക്കാണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം അതിൻ്റെ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതുകയും ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സെലക്ഷൻ പോയിന്റ് എന്നും പറഞ്ഞിട്ട് ഒരു 2 സ്വിച്ച് ഉണ്ടാവും. അതിൻ്റെ 4 അല്ലേ, അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 സ്വിച്ച് കൊടുക്കാം, അതിനൊരു പേരും കൊടുക്കാം. ഇപ്പോൾ S0 ഒന്ന് കൊടുക്കുക, S1 അടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പോയിന്റ്സാണ് നമ്മൾ ആദ്യം നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ സെലക്ഷൻ സ്വിച്ചസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാക്കുക. സെലക്ഷൻ പോയിന്റ് എന്നോ സെലക്ഷൻ സ്വിച്ചസ് എന്നോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് സെലക്ഷൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഓരോ ബുക്കിൽ ഓരോ രീതിയിൽ എഴുതിണ്ടാവും. അപ്പോൾ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ ലൈൻസ് ഏതൊക്കെ ഉണ്ട്? S0 ഉണ്ട്, S1 ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഔട്ട്പുട്ട് ഡാറ്റ കിട്ടുന്നതിന് സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മൾ Y എന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. എന്നിട്ട് നമ്മുടെ പതിവ് പോലെ ഉള്ളത് 0 0 0 1 1 0 1 1. ഓക്കെ, ഈ കാര്യം നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഔട്ട്പുട്ടിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് D0 D1 D2 D3 ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി ഇത് ജസ്റ്റ് ഒരു ഫോർമുല പോലെ നമ്മൾ എന്താ വെച്ചാൽ, ഇതാണ് നമ്മൾ ഈ 4x1 മൾട്ടിപ്ലക്സർ എന്താണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4 ഇൻപുട്ട് ഡാറ്റേനെ ഒരു സിംഗിൾ ഔട്ട്പുട്ട് ഡാറ്റ ആക്കിയിട്ട് 4 ലൈനിൽ വരുന്ന ഒരു ഇൻപുട്ട് ഡാറ്റേനെ ഒരു സിംഗിൾ ലൈനിൽ കൂടെ ഔട്ട്പുട്ട് ഡാറ്റ ആക്കിയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുക. അപ്പോൾ ഇന്നിൽ 4 ഇൻപുട്ട് ഡാറ്റ വരും, ഔട്ടിൽ വരുമ്പോൾ സിംഗിൾ ലൈൻ ഉണ്ടാവുള്ളൂ. ആ സിംഗിൾ ലൈനിൽ കൂടെ എന്ത് ചെയ്യും, 4 ഡാറ്റയും കയറിപ്പോവും. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ടിൽ എന്ത് ചെയ്താൽ സെലക്ഷൻ ലൈൻ ഉണ്ടാവും. അതാണ് നമ്മൾ S0യും S1ഉം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ടാണ് എന്ത്, ഈ D0 എന്നുള്ള ഈ സംഭവം നമുക്ക് വരുന്നത്. ഓക്കെ, 4 കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലൈനിൽ കൂടെയാണ് പോവാം. അപ്പോൾ ഈ ടേബിൾ നമ്മൾ എഴുതുക, ജസ്റ്റ് S0 S1 എഴുതുക. അവിടെ പതിവ് പോലെ 0 0 0 1 1 0 1 1 എഴുതുക. ഔട്ട്പുട്ട് Y എന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളിങ്ങനെ D0 D1 D2 D3 എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിനെ ഒന്നുകൂടി നമുക്ക് ചുരുക്കി എഴുതണം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് 0 0 ആണ്, ഇവിടെ S1 0 ആണ്. അപ്പോൾ S0 ബാർ S1 ബാർ D0 ഇതിവിടെ വരും. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് അല്ല, നമ്മൾ മാറിപ്പോതിരിക്കാൻ വേണ്ടി എഴുതണം കേട്ടോ. ഇവിടെ S0ൻ്റെ ഭാഗത്ത് 0, അപ്പോൾ S0 ബാർ ഇവിടെ S1ൻ്റെ 1 ആണ്, അപ്പോൾ 1 D1. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുക, S0ൻ്റെ ഭാഗത്ത് 1 ആണ്, അപ്പോൾ S0. അത് കഴിഞ്ഞ് S1ൻ്റെ ഭാഗത്ത് 0 ആണ്, അപ്പോൾ S1 ബാർ ഇവിടെ ഡാറ്റ D2. അടുത്തത് ഇവിടെ വരുന്ന സമയത്ത് S0 S1 1 ആണ്, അപ്പോൾ S0 S1 D3. ഇത് ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് എഴുതാൻ കാരണം, ഇങ്ങനെ എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാവും ഇതെങ്ങനെയാണ് വന്നെന്നുള്ളത്. അതായത് 4x1 മൾട്ടിപ്ലക്സർ പറയുമ്പോൾ 4 ഇൻപുട്ട് ഡാറ്റ ഉണ്ടാവും. ആ 4 ലൈനിൽ നിന്ന് വരുന്ന ഡാറ്റേനെ ഒരു സിംഗിൾ ലൈനിൽ കൂടെ നമ്മൾ ഔട്ടിലേക്ക് വിടാനാണ് മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുക. അപ്പോൾ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്ന സ്വിച്ചസ് ആണ് അത് S0യും S1ഉം. അപ്പോൾ കയറുന്ന ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സ്വിച്ച് സെലക്ട് ചെയ്താൽ ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ ഏതാകുമ്പോഴാണ് ഔട്ട്പുട്ട് ഡാറ്റയിൽ D0 വരിക, ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ ഏതാകുമ്പോഴാണ് ഔട്ട്പുട്ട് ഡാറ്റയിൽ D1 വരിക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മറക്കില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കണം. ഇനി ഇതിൻ്റെ ഔട്ട് എല്ലാം കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് കയറി വരിക ഒരു ഓർഗേറ്റ് വഴി. അപ്പോൾ Y = നമ്മൾ അവിടെ ഉള്ള സാധനം ഒന്നുകൂടി എടുത്ത് എഴുതാം. S0 ബാർ S1 ബാർ D0 പ്ലസ് S0 ബാർ S1 D1 പ്ലസ് S0 S1 ബാർ D2 പ്ലസ് S0 S1 D3. അപ്പോൾ ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഒരു പാരഗ്രാഫ് പോലെയൊക്കെ എഴുതുക. ഇതിനും ഭാഗം എടുത്തു കഴിഞ്ഞാൽ 2-3 മാർക്ക് വരെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫിഗർ കൂടി നമുക്ക് വരയ്ക്കണം. വരയ്ക്കുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇത് നമ്മുടെ ലൈൻ ഇൻപുട്ട് സെലക്ഷൻ ലൈൻ S0. ഇതിങ്ങനെ ഒരു നോട്ട് ഗേറ്റ് ഇതിൽ കാണിക്കുക. ഒരു നോട്ട് ഗേറ്റ് കാണിച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത് S0 ബാർ ആയിരിക്കും.
അടുത്ത ഒരു ഇൻപുട്ട് ലൈൻ വരയ്ക്കുക. ഇയാൾ S1. അടുത്തത് ഇവിടെ ഒരു നോട്ട് ഗേറ്റ് വഴി കാണിക്കുക. ഇയാൾ നമ്മുടെ S1 ബാർ ആയിരിക്കും വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയി. ഇനി അതിന് ശേഷം നമ്മളിവിടെ ആൻഡ് ഗേറ്റ് 4 വരയ്ക്കാം. 1 4. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തത് S0 ബാർ. അപ്പോൾ S0 ബാറിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു കണക്ഷൻ എടുത്തു, അത് കൊടുത്തു. അടുത്തത് S1 ബാർ. S1 ബാറിന്നും നമ്മളൊരു കണക്ഷൻ കൊടുത്തു. ഇവിടേക്ക് കയറുന്ന ഡാറ്റ D0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, D0 നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞു. ഈ സംഭവം നമ്മളോട് ഇംപ്ലിമെൻ്റ് ചെയ്തു. അടുത്ത കേസിൽ S0 ബാർ. S0 ബാർ പറയുമ്പോൾ ഇവിടെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, S0 ബാർ ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് S1 എന്ന് പറയുമ്പോൾ ഈ ലൈനാണ്. അത് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് കൊടുത്തു. S1 ഇതിന്ന് കണക്ട് ചെയ്തു. അടുത്ത D1 ആണ് അതിൻ്റെ കൂടെ ഡാറ്റ ആയിട്ട് കയറി പോവുക. സെലക്ഷൻ ലൈന് ഇതിന് മാച്ചായിട്ട് പോവുക. D1 ആണ്. ആ D1 നമ്മൾ ഇവിടുന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. അടുത്ത കേസിൽ D2 എന്നുള്ള ഡാറ്റയുടെ കൂടെ S0 ആണ് കയറുന്നത്. അപ്പോൾ S0 എന്നുള്ളത് ഇവിടെയാണ് വരിക. S0 നമ്മൾ കണക്ട് ചെയ്തു. അടുത്തത് S1 ബാർ. ഓക്കെ, S1 ബാർ എന്ന് പറയുമ്പോൾ ഇതിനാണ് വരിക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ D2 എന്നുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, D2 ആ ഡാറ്റ നമ്മൾ ആഡ് ചെയ്ത് വിട്ടു. ഓക്കെ, അടുത്ത D3യുടെ കൂടെ S0യും, ഇതാണ് S0 വരുന്നത്. S0. അടുത്തത് S1 എടുത്തു. അതിൻ്റെ കൂടെ D3 എന്നുള്ള ഡാറ്റ. അപ്പോൾ ഈ 4 ഇൻപുട്ട് ഡാറ്റ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ഒരു മൾട്ടിപ്ലക്സർ വഴി നമ്മളൊരു സിംഗിൾ ലൈൻ ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിനിവിടെ നമ്മളൊരു OR ഗേറ്റ് കൊടുത്തു. ആ OR ഗേറ്റിലേക്ക് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരിക. ഔട്ട്പുട്ട് Y. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്യും. ഈ ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഈ ആൻഡ് ഗേറ്റ് നമ്മൾ കണക്ട് ചെയ്തു. ഈ ആൻഡ് ഗേറ്റ് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇപ്പോൾ കണ്ട അതിൻ്റെ ഫിഗർ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതാക്കി. ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയ സെലക്ഷൻ ലൈൻസ് S0 S1. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന സെലക്ഷൻ ലൈൻസ് S0 S1. ഇവിടെ S0 എന്നുള്ള ഡാറ്റ ആയിരിക്കും. ഈ നോട്ട് ഗേറ്റ് ഇവിടേക്ക് വരുമ്പോൾ S0 ബാറായി. ഇവിടെ S1 എന്നുള്ള സെലക്ഷൻ ആയിരിക്കും. ഈ നോട്ട് ഗേറ്റ് അപ്പുറത്തേക്ക് വരുമ്പോൾ S1 ബാറായി. പിന്നെ 4 ഇൻപുട്ട് ഡാറ്റ കൊടുത്തു, D0 D1 D2 D3 എന്നുള്ളത്. അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു സിംഗിൾ ലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ഇതാണ് മൾട്ടിപ്ലക്സർ. 4 ലൈനിൽ വന്ന ഡാറ്റേനെ ഒരു സിംഗിൾ ലൈൻ ഡാറ്റ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലക്സർ കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇതായിരിക്കും ബോർഡ് എക്സാമിന് ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ റിവേഴ്സാണ് ഡീമൾട്ടിപ്ലക്സർ വരിക. ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലക്സറാണ്. 4 ഡാറ്റ വന്നു, അതിൻ്റെ സിംഗിൾ ലൈനായിട്ട് കൊടുത്തു. ഇനി ഒരു സിംഗിൾ ലൈനിൽ വന്ന ഡാറ്റേനെ 4 ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കുന്ന ഡീമൾട്ടിപ്ലക്സറാണ് നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അതായത് ഒരു സിംഗിൾ ലൈനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, ഡാറ്റ വന്നു, അതിനെ 4 ലൈൻ ഡാറ്റ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ ഒക്കെ പറഞ്ഞ മൾട്ടിപ്ലക്സറിൻ്റെ നേരെ റിവേഴ്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ഷൻ ലൈൻസ് ചെയ്ത S0 ഉണ്ട്, S1 ഉണ്ട്. അപ്പോൾ അവിടെ 0 0 0 1 1 0 1 ഇത്രയും കാര്യങ്ങൾ നമുക്കായി. അതിന് പുറമെ നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് ഡാറ്റ ഈ D എന്നുള്ളത് എന്ത് ചെയ്യും, എല്ലായിലേക്കും നമ്മൾ കൊടുക്കും. ഒരു ഇൻപുട്ടിൽ നിന്ന് ഒരു ഡാറ്റ ലൈൻ വരും, D എന്നുള്ള സാധനം ഇവിടെ നമുക്ക് വന്നു. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ D0 D1 D2 D3. ഇതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഇതിനകത്തേക്ക് ഓരോന്നിലേക്കും കയറി വരുന്ന ഡാറ്റ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സംഭവം വരയ്ക്കുക. ഇയാൾ നമ്മുടെ S0,
ഇവിടെ നമ്മൾ ഒരു നോട്ട് ഗേറ്റ് വരയ്ക്കുക. ഇയാൾ നമ്മുടെ S0 ബാർ. ഓക്കെ, അടുത്തത് ഇവിടെ ലൈൻ വരയ്ക്കുക. ഇയാൾ S1. ഇവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക, ഒരു നോട്ട് ഗേറ്റ് കൊടുത്തിട്ട് അത് S1 ബാർ. ഇവിടെ ഒരു ഇൻപുട്ട് ഡാറ്റ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡാറ്റ D. ഓക്കെ, ഇനി നമ്മുടെ എയിം എന്താണ്? ഈ ഒരു ഇൻപുട്ട് ലൈനിൽ നിന്ന് നമുക്ക് 4 സെപ്പറേറ്റ് ഡാറ്റ എടുക്കണം. അതായത് ഒരു സിംഗിൾ ലൈനിൽ കൂടെ ഇൻപുട്ട് വരുന്നുണ്ട്. അത് നമുക്ക് 4 ലൈനിൽ കൂടെ ഡാറ്റ എന്ത് ചെയ്യണം? 4 ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിന് നമ്മളിവിടെ സെലക്ഷൻ ലൈൻസ് ഉണ്ട്. ആ സെലക്ഷൻ ലൈനാണ് S0യും S1ഉം. അതിൻ്റെ കണ്ടീഷൻ അതേപോലെ 0 0 0 1 1 0 1 1 ഒക്കെ ഉണ്ട്. എല്ലാത്തിലേക്കും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്ടിലേക്ക് ഡാറ്റ ലൈൻ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 4 ആൻഡ് ഗേറ്റ് വരയ്ക്കുക. ഓക്കെ, 4 ആൻഡ് ഗേറ്റ് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. 4 ആൻഡ് ഗേറ്റ് വരച്ചിട്ട് നമ്മൾ ഇനി ഓരോന്നിനും ഓരോ ഔട്ട് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഇയാൾ D0. അപ്പോൾ D0ന് നമുക്ക് ഏതൊക്കെ വരും? ഇൻപുട്ടിലെ ഡാറ്റ D വരണം. പിന്നെ S0 ഇവിടെ 0 ആണ്, S1 0 ആണ്. അപ്പോൾ S0 ബാർ വരും, S1 ബാർ വരും. ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പാകത്തിന് ഏറ്റവും സിമ്പിൾ മെത്തേഡ് മാത്രമായിട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ ലെവലൊന്നും എന്ത് ചെയ്യണില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? D1 കൊടുത്തു. D1 കൊടുത്ത സമയത്ത് സീക്വൽ ടു ഇൻപുട്ട് ഡാറ്റ D വരുന്നുണ്ട്. അതിൻ്റെ പുറമെ S0, 0ൻ്റെ അവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ S0 ബാർ വന്നു. പിന്നെ S1 നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞു. അടുത്ത നമ്മൾ D2 കൊടുത്തു. D2 എന്ന് പറയുമ്പോൾ ഡാറ്റ വരുന്നുണ്ട്. പിന്നെ S0ൻ്റെ അവിടെ 1 ആണ്. അപ്പോൾ S0 കൊടുത്തു. S1ൻ്റെ അവിടെ 0 ആണ്. അപ്പോൾ S1 ബാർ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് D3 എന്ന് പറയുമ്പോൾ ഇൻപുട്ടിലെ ഡാറ്റ D കയറി വരണം. അതിന് പുറമെ S0യും S1ഉം 1 ആണ്. അപ്പോൾ S0 S1. അതായത് S0ൻ്റെ നേരെ 0 ആണെങ്കിൽ S0 ബാർ എന്ന് ഇടണം. S0ൻ്റെ നേരെ 1 ആണെന്നുണ്ടെങ്കിൽ S0 എന്ന് ഇടണം. അത് മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെ അത് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ എന്താ, നമ്മൾ ആദ്യം 4 നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം ഈ 4 ആൻഡ് ഗേറ്റ് എഴുതിയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു ഇവിടുന്ന് ഈ ഒരു ടേബിളിൽ നിന്ന് ഫോർമുലൊക്കെ എടുത്ത് എഴുതിയതിനു ശേഷമാണ് നമ്മൾ ഇവിടുത്തെ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ആദ്യം D ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? D നമ്മൾ കണക്ട് ചെയ്തു. അടുത്തത് S0 ബാർ. അപ്പോൾ S0 ബാർ നമ്മൾ കണക്ട് ചെയ്തു. അടുത്തത് S1 ബാർ. ഓക്കെ, S1 ബാറും നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. അടുത്തതിലും നമ്മൾ ഡാറ്റ D കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റ D എന്ത് ചെയ്തു? ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞാൽ S0 ബാർ. S0 ബാർ എന്ന് പറയുമ്പോൾ ഇതിലാണ് വരിക. S0 ബാർ കണക്ട് ചെയ്ത് അടുത്തത് S1 എന്ന് പറയുമ്പോൾ ഇതിലാണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തതും നമ്മൾ ഡാറ്റ നമ്മൾ കണക്ട് ചെയ്തു. ഇൻപുട്ട് ലൈനിലെ ഡാറ്റ ലൈൻ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. പിന്നെ S0 പറയുമ്പോൾ ഇതാണ് ലൈൻ വരിക. പിന്നെ അടുത്തത് S1 ബാർ എന്ന് പറയുമ്പോൾ ഇതാണ് ലൈൻ വരിക. ഓക്കെ, അപ്പോൾ ആ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അടുത്തതിനും നമ്മൾ ഡാറ്റ കണക്ട് ചെയ്ത് നമ്മൾ ഡാറ്റ കണക്ട് ചെയ്തു. അതിനകത്ത് S0 പറയുമ്പോൾ ഇവിടെ വരും. S0 കണക്ട് ചെയ്തു. അടുത്തത് S1 നമ്മൾ ഇതും കണക്ട് ചെയ്തു. ഇപ്പോൾ കണ്ട നമ്മൾ ഡീമൾട്ടിപ്ലെക്സറും നമ്മൾ വരച്ചു. അപ്പോൾ ഈ ഒരു ടേബിൾ വരച്ചിട്ട് ഇത് ഓരോന്ന് എങ്ങനെ വരിക എന്നുള്ളൊരു ലോജിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യണ്ട? കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ മൾട്ടിപ്ലെക്സർ 7 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഡീമൾട്ടിപ്ലെക്സർ 7 മാർക്കിന് ചോദിക്കും. ഈ രീതിയിൽ ഒരു ലോജിക്ക് വെച്ചിട്ട് വരച്ച് പഠിച്ച് നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കേണ്ട. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വരയ്ക്കാനും ആൻസർ ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഇതിന്ന് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്ക് ഒരുപാട് ഹെഡിങ്ങിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുമ്പോൾ
ഇപ്പോൾ മൊഡ്യൂൾ 4-നകത്ത് ഒന്നല്ലെങ്കിൽ അസിൻക്രണസ് കൗണ്ടർ, അസിൻക്രണസ് കൗണ്ടർ, അസിൻക്രണസ് കൗണ്ടർ ഒരു ക്വസ്റ്റ്യൻ വരും. അതല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടർ, റിപ്പിൾ കൗണ്ടർ എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ട് വരും. ഇപ്പൊ നമ്മൾ എടുക്കാൻ പോണത് മോഡ് 8 അപ്പ് കൗണ്ടറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഒന്നല്ലെങ്കിൽ അസിൻക്രണസ് മോഡ് 8 അസിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ വരും. അതല്ലാന്നുണ്ടെങ്കിൽ മോഡ് 8 റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ മോഡ് 8 അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ വരും. അതിന് 3 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആൻസർ ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഈ സംഭവം എന്ത് ചെയ്തത്, ഒന്ന് ഈ 3 സാധനങ്ങളും ഹെഡിങ്ങും നമ്മളോട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3-ൽ ഏത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വരരുത് കേട്ടോ. ഇനി നമ്മളിവിടെ അടുത്തതായിട്ട് ഇത് വിഷയം നമ്മൾ പതിവ് പോലെ എഴുതുന്ന പോലെ Q0, Q1, Q2 അതേമാതിരി ക്ലോക്ക് പൾസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എഴുതിയ അതേ പരിപാടി. ഈ ഒരു ടേബിള് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കൊരു ഷോർട്ട് മെത്തേഡിൽ ഇങ്ങനെ പറയുന്നുണ്ട്. തെറ്റാതിരിക്കാനാണ് ഞാൻ ബോർഡിൽ വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ മാറാതിരിക്കാനാണ് ഇങ്ങനെ ഓരോ ലൈനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8 എത്രയും കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോഡ് 8 കൗണ്ടർ എന്ന് പറയുമ്പോൾ 8 വരെ നമ്മൾ കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ മുമ്പ് എഴുതിയ മെത്തേഡ്, ആ ഷോർട്ട് മെത്തേഡ് നമ്മൾ പറയുന്നത്, അതായത് 0, 1, 0, 1, 0, 1, 0, 1 ഇതുവരെ നമ്മൾ എഴുതാം. അത് കഴിഞ്ഞാൽ 2 0 1 1, 2 0 1 1, പിന്നെ 0 0 0 0 1 1 1 1, അതായത് 1 0 1 1 0 1, പിന്നെ 2 0 2 1, 4 0 4 1 എന്ന രീതിയിൽ നമ്മളതിനെ ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തന്നത്. അത് വെച്ചിട്ട് അത് ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മോഡ് 8 കൗണ്ടറാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കഴിഞ്ഞാൽ ഈ ഭാഗം എത്തുമ്പോഴേക്കും ഈ സാധനം എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇത് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടുന്ന് ഇതിലേക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ പോകണം. ആ രീതിയിൽ നമ്മൾ എന്തിനും ഒരു കൗണ്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ കൗണ്ടർ നമ്മളത് ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ മോഡ് 8 അപ്പ് കൗണ്ടർ, അല്ലെങ്കിൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ മോഡ് 8 റിപ്പിൾ കൗണ്ടർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ ടേബിൾ എഴുതാൻ പഠിക്കണം. അതിനെ ടേബിൾ എഴുതുമ്പോൾ മോഡ് 8 എന്ന് പറയുമ്പോൾ 8 കണ്ടീഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കൗണ്ട് ചെയ്യേണ്ടത്. 8 കണ്ടീഷനാണ് കൗണ്ട് ചെയ്യുമ്പോൾ ഈ 8ാമത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേനും ഇതെന്തിനെ റീസെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകണം. ഇനി ഇതിന് നമ്മളൊരു ഫിഗർ വരയ്ക്കാണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫിഗറാണ് നിങ്ങളെ പഠിപ്പിക്കുക. ഇതിന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കാൻ പാകത്തിനുള്ള ഒരു സിമ്പിൾ ഫിഗറാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാം. J, K, Q0, Q0 ബാർ ജസ്റ്റ് എഴുതുക. 1ാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പായി. അടുത്തത് J, K, Q1 ബാർ, Q1 ബാർ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്തത് J, K, Q2 ബാർ. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്തു, നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നമ്മളിവിടെ വരക്കൽ കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഈ ജെയും കെയും കൂടിയിട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക. എല്ലാത്തിൻ്റെ ജെയും കെയും കൂടിയിട്ട് ഷോർട്ട് ചെയ്യാം. ഓക്കെ, ജെയും കെയും കൂടിയിട്ട് ഷോർട്ട് ചെയ്തിട്ട് അത് ഹൈയിലേക്ക് കൊടുക്കാം. അതായത് ഇത് കണക്ഷൻ എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾ ഹൈയിലേക്ക് കൊടുത്തു. അപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 വരച്ചു.
അതിനെല്ലാതിൻ്റെയും ഇവിടെ Q0, Q1, Q2 എന്നുള്ളത് നമ്മൾ ആ ഒരു കൗണ്ട് ചെയ്യുന്ന LSB ബിറ്റും MSB ബിറ്റും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ എല്ലാറ്റിനെയും ജെയും കെയും കൂടി ഷോർട്ട് ചെയ്തിട്ട് അത് ഹൈയിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എല്ലാറ്റിനും ക്ലിയർ ബട്ടൺ ഉണ്ടാവും. CLR എന്നാണ് പറയുക, ക്ലിയർ ബട്ടൺ ഉണ്ടാവും. ആ ക്ലിയർ ബട്ടണ് എന്ത് ചെയ്യുക, നമ്മളെല്ലാം കൂടിയിട്ട് ഒരു കണക്ഷൻ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കുക. എടുത്തു വെച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാണിക്കുക. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടേക്ക് നമ്മൾ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കണം. അപ്പോൾ ക്ലോക്ക് പൾസ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഇതിലിങ്ങനെ വന്നിട്ട് ഒരു റൗണ്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. അതായത് ഇങ്ങനെ വന്നിട്ട് ഒരു ആരോ മാർക്ക്, ഈ ആരോ മാർക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു റൗണ്ട് കൊടുക്കണം. ആ റൗണ്ട് നമ്മൾ കാണിക്കുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൊടുക്കാൻ മറക്കരുത്. നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. എന്നിട്ട് ഈ Q0 എന്നുള്ള ഔട്ട് എടുത്തിട്ട് ഇതിൽ അടുത്ത ക്ലോക്കായിട്ട് കൊടുക്കുക. ഈ റൗണ്ട് കൊടുക്കാൻ മറക്കരുത്. Q1 എന്നുള്ള ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ക്ലോക്ക് പൾസായിട്ട് കൊടുക്കുക. അവിടെ നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഔട്ട് എടുക്കുക. ഇയാളാണ് നമ്മളെ Q0 അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഔട്ട് എടുക്കുക. ഇതാണ് നമ്മളെ Q1. പിന്നെ ഇതിൽ നിന്നൊരു ഔട്ട് എടുക്കുക. ഇയാളാണ് നമ്മളെ Q2. ഓക്കെ. ഇയാളാണ് നമ്മളെ Q2. ഇത് നമ്മുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് MSB എന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ജെയും കെയും കൂടിയിട്ട് എല്ലാവരുടെയും ഷോർട്ട് ചെയ്യുക. അതെടുത്തിട്ട് ഹൈയിൽ കൊടുക്കുക. ഈ ക്ലിയർ ബട്ടൺ എല്ലാവർക്കും എന്ത് ചെയ്യുക, പുറത്തേക്ക് നമ്മൾ കൊടുത്തു വെക്കുക. ഓരോന്നിൻ്റെയും ഔട്ടിൽ നിന്നുള്ള സിഗ്നൽ എടുത്തിട്ട് അടുത്തതിൻ്റെ ക്ലോക്ക് പൾസായിട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് കൗണ്ടിങ്ങിലുള്ള സിഗ്നൽ എടുക്കുക, ക്ലോക്ക് പൾസ് നമ്മൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ മോഡ് 8 കൗണ്ടറായി. ഏതായി? മോഡ് 8 കൗണ്ടറായി. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വെച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ട്, അത് നമ്മൾ അടുത്തതിൽ എടുക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളിത് എടുക്കുമ്പോൾ മോഡ് 8 കൗണ്ടർ പറയുമ്പോൾ 8 കണ്ടീഷൻ വരെയാണ് കൗണ്ട് ചെയ്യുക. 8ാമത്തെ കണ്ടീഷൻ വരുമ്പോൾ വീണ്ടും റീസെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതാക്കും. പിന്നെ നമ്മളിപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ പറഞ്ഞു 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതിൻ്റെ ജെയും കെയും ഷോർട്ട് ചെയ്തിട്ട് ഹൈലേക്ക് കൊടുക്കുക, ക്ലിയർ ബട്ടൺ എടുത്ത് കണക്ട് ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് അടിച്ച് ട്രിഗറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഇതിൻ്റെ പാരഗ്രാഫായിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ ടേബിള്, ഈ ഫിഗർ, നമ്മളോട് ഓരോ കണക്ഷനും കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ 7 മാർക്കിൽ ഒരു 6 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിൽ ടൈമിംഗ് ഡയഗ്രം കൂടി വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ക്ലോക്ക് പൾസിൻ്റെ ഡയഗ്രം ഉണ്ട്, അതിന് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഫുള്ള് മാർക്ക് കിട്ടും. അത് നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്ലാസ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് പറയുന്നില്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനായിട്ടൊരു ക്ലാസ് നമ്മൾ വേറെ ഒന്നുകൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മോഡ് 8 കൗണ്ടറാണ്. ഇതേ സാധനം തന്നെ നമുക്കിനി ഈ മോഡ് 7 കൗണ്ടറായിട്ട് വരും. ഓക്കെ. മോഡ് 7 കൗണ്ടർ, ഇപ്പോൾ ഇത് മോഡ് 8 ആണ്, പകരം ഇത് മോഡ് 7 കൗണ്ടറായിട്ട് വരുമ്പോൾ നമുക്ക് 7 കണ്ടീഷനാണ് കൗണ്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ നിലവിൽ പറഞ്ഞതിൽ 8 കണ്ടീഷൻ കൗണ്ട് ചെയ്തു. ഇപ്പോൾ ഇത് ഏതാ കൗണ്ടർ? മോഡ് 7 കൗണ്ടറായി. മോഡ് 7 കൗണ്ടർ പറയുമ്പോൾ എത്ര എണ്ണം വരും? 7 കണ്ടീഷനേ വരുള്ളൂ. അതിൽ ഈ കണ്ടീഷൻ കൗണ്ട് ചെയ്യില്ല. ഇത് കൗണ്ട് ചെയ്യുമ്പോഴത്തേനും ഈ സാധനം എന്ത് ചെയ്യും, തിരിച്ച് റീസെറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ കൗണ്ട് ചെയ്യുമ്പോൾ മോഡ് 7 എന്ന് പറയുമ്പോൾ 0 മുതൽ 7 വരെ കൗണ്ട് ചെയ്യണം. 7ാമത്തെ കണ്ടീഷൻ ആകുമ്പോൾ റീസെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചെത്തുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഗർ ഇത് തന്നെ. അതിൻ്റെ പുറമെ ഇവിടെ ഒരു നാൻഡ് ഗേറ്റ്, ഈ ക്ലിയർ ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്താൽ, അതായത് നമ്മൾ മോഡ് 8 കൗണ്ടറാണ്, അതിനെ മോഡ് 7 കൗണ്ടർ ആക്കാൻ വേണ്ടിയിട്ട് മോഡ് 8ൻ്റെ ഫിഗർ നമ്മൾ വരയ്ക്കാം. മോഡ് 8ൻ്റെ ഫിഗർ വരച്ചിട്ട് ഈ ക്ലിയർ ബട്ടണിൽ ഒരു നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്യാം. നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്തിട്ട് Q0, Q1, Q2 അവിടെ ഇൻപുട്ട് വരുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ കൗണ്ടർ നേരെ എന്താവും, മോഡ് 8 കൗണ്ടർ നേരെ മോഡ് 7 കൗണ്ടറിൻ്റെ ഫിഗറായിട്ട് മാറും. ആകെ എന്ത് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നാൻഡ് ഗേറ്റ് ഒന്ന് ആഡ് ചെയ്തു. അതിന്ന് ഇതെന്നല്ല Q0, Q1, Q2 എന്നുള്ള ഓരോ ഇൻപുട്ട് എടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത സമയത്ത് മോഡ് 8 കൗണ്ടർ എന്ത് ചെയ്തു, മോഡ് 7 കൗണ്ടറായിട്ട് മാറി. സെയിം ഫിഗർ തന്നെയാണ്, അവിടെ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ഇത് 7 കണ്ടീഷനാണ് കൗണ്ട് ചെയ്യുക. 7ാമത്തെ കണ്ടീഷൻ എത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, തിരിച്ച്
പഴയ രീതിയിലേക്ക് തന്നെ ഈ സാധനം എന്ത് ചെയ്യും, തിരിച്ച് കയറിപ്പോവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു, മോഡ് 6 കൗണ്ടർ. ബാക്കിയുള്ളൊക്കെ ഇതേ എന്തെങ്കിലും പല ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അടുത്ത കൗണ്ടാണ് എന്ത്, മോഡ് 6 കൗണ്ടർ. മോഡ് 6 കൗണ്ടർ ആണ് നമ്മുടെ അടുത്തത് ചോദിച്ചത്. അപ്പൊ മോഡ് 6 കൗണ്ടർ ചോദിച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, 6 കണ്ടീഷനെ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. എത്ര കണ്ടീഷനെ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ? 0 മുതൽ 6 വരെയുള്ള 6 കണ്ടീഷനെ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. ആറാമത്തെ ആകുമ്പോഴത്തേന് ഇയാളെ തിരിച്ചെന്ത് ചെയ്യണം, ഇവിടെ എത്തുമ്പോഴത്തേന് എന്ത് ചെയ്യണം, തിരിച്ചങ്ങത് റീസെറ്റ് ആവണം. അപ്പോൾ സെയിം ഫിഗർ തന്നെ വരയ്ക്കാം. ഈ സെയിം ഫിഗറിനെ മോഡ് 6 കൗണ്ടർ ആക്കിയിട്ട്, അതായത് മോഡ് 6 കൗണ്ടർ പറയുമ്പോൾ നമ്മൾ 6 കണ്ടീഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, കൗണ്ട് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ 6 കണ്ടീഷൻ ആണ് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 6 കണ്ടീഷൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തെ വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, റീസെറ്റ് ആവണം. അപ്പോൾ ഇതേ സർക്യൂട്ടിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോഡ് 6 ആക്കാം. എന്ത് ചെയ്താൽ മതി എന്നറിയോ, നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഈ Q0 എന്നുള്ളത് ഒരു നോട്ട് ഗേറ്റ് വഴി Q0നെ നമ്മൾ കണക്ട് ചെയ്താൽ ഈ സർക്യൂട്ടിനകത്ത് അതായത് ഈ ക്ലിയർ ബട്ടൺ വരുന്നുണ്ട്, അവിടെ നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്തു, അതിൽ Q0, Q1, Q2 ഒക്കെ കൊടുത്തു. അതിൽ Q0നെ ഒരു നോട്ട് ഗേറ്റ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് മോഡ് 6 കൗണ്ടറായി. 6 കണ്ടീഷൻ കൗണ്ട് ചെയ്യും. ആറാമത്തെ സാധനം ആകുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ച് റീസെറ്റ് ചെയ്തിട്ട് 0 എന്ന് വീണ്ടും എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് ഈ JK നമ്മൾ ഷോർട്ട് ചെയ്തു, ഹൈലേക്ക് കണക്ട് ചെയ്തു, പിന്നെ ഇവിടുത്തെ ക്ലോക്ക് പൾസ് ഇങ്ങോട്ട് കൊടുത്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പോൾ ഈ ക്ലിയർ ബട്ടണിൽ വെറും ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തുന്നുണ്ടെങ്കിൽ, ഈ ഗേറ്റ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ മോഡ് 8 കൗണ്ടറായി. ഒരു സാധാ നാൻഡ് ഗേറ്റ് കണക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മോഡ് 7 ആയി. നാൻഡ് ഗേറ്റിൽ തന്നെ Q0ന്റെ അവിടെ നോട്ട് ഗേറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മോഡ് 6 കൗണ്ടറായി. ആ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും 7 മാർക്കിന് വരും. ഈ പറഞ്ഞ 3 കൗണ്ടറിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുക, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. ഇനി ഒരു ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമ്മൾ ഏറെക്കുറെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ലോജിക് ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് തന്നെയാണ്. അതിൽ ഇപ്പോൾ ആൻഡ് ഗേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് അടുത്ത ഉദാഹരണം പറഞ്ഞാൽ ആൻഡ് ഗേറ്റ്. ഓക്കെ, അതിൻ്റെ ഇൻപുട്ട് A, B, ഔട്ട് C, 0 0 0 1 1 0 1 1. ഓക്കെ, അതിൽ ആൻഡ് ഗേറ്റിൽ ഇത് ഇൻപുട്ടാണ്, ഇത് നമ്മുടെ ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, 0 ആയിരിക്കും. 2 ഇൻപുട്ട് അയ്യാൽ മാത്രമേ ആൻഡ് ഗേറ്റ് ഔട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആൻഡ് ഗേറ്റ് എന്ത് ചെയ്തു, ഇവിടെ വരച്ചു. ഓക്കെ, ഇയാൾ A, ഇയാൾ B, ഇയാൾ C. അപ്പോൾ ആൻഡ് ഗേറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. 2 ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമേ ഔട്ട് എന്തെങ്കിലും ഹൈ ആവുള്ളൂ, ബാക്കിയുള്ള കേസിലേക്ക് എന്താവും, 0 ആവും. എന്നാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ആര് വരിക, നാൻഡ് ഗേറ്റ് വരിക അല്ലേ. അതായത് A ഉണ്ട്, B ഉണ്ട്, ഔട്ട് C ഉണ്ട്, 0 0 0 1 1 0 1 1. നിങ്ങൾക്ക് ആകെ അറിയാം ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൽ 1 വരുന്ന സ്ഥാനത്ത് ഇവിടെ 0 ആയിരിക്കും, ബാക്കി സമയത്തൊക്കെ ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ കണ്ട, ഏതെങ്കിലും ഒരു ഗേറ്റ് ക്ലിയർ ആയി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഗേറ്റ് നമുക്ക് ഇതാക്കാം. ആൻഡ് ഗേറ്റിൽ 2 ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ഔട്ട്പുട്ട് 1 ആവും, നാൻഡ് ആകുമ്പോൾ നേരെ റിവേഴ്സ് ആവും. 2 ഇൻപുട്ട് ഹൈ ആകുമ്പോൾ അത് 0 ആവും, ബാക്കി കണ്ടീഷനിലൊക്കെ 1 ആവും. പിന്നെ അതിൻ്റെ സിമ്പിൾ വരയ്ക്കാനും സിമ്പിളാണ്. ജസ്റ്റ് ആൻഡ് ഗേറ്റ് വരയ്ക്കുക, വരച്ചിട്ട് ഇവിടെ ഒരു ഡോട്ട് കാണിച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇയാൾ A, ഇയാൾ B, ഇയാൾ ഔട്ട് C. നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒന്നിന്ന് ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത ഗേറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ തന്നെയാണ് നമ്മളെ ഓർ ഗേറ്റ് അല്ലേ. ഓർ ഗേറ്റ് പറയുമ്പോൾ അതിൻ്റെ സിമ്പിൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇയാൾ ഇൻപുട്ട് A, ഇയാൾ ഇൻപുട്ട് B, ഇയാൾ ഔട്ട് C. അപ്പോൾ നമ്മൾ ഇൻപുട്ട് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, 0 0 0 1 1 0 1 1 അല്ലേ. ഇവിടെ 0 ആയിരിക്കും, ബാക്കി സമയത്തൊക്കെ എന്ത് ചെയ്യും, 1 ആവും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് എന്ത് ചെയ്യും, 1 ആവും. ഇതാണ് ഓർ ഗേറ്റ്. നോർ ഗേറ്റ് ആവുമ്പോഴോ, നോർ ഗേറ്റ് ആവുന്ന സമയത്ത് നമ്മളിവിടെ സെയിം സാധനം തന്നെ നമ്മൾ സിമ്പിളൊക്കെ വരയ്ക്കും. എന്നിട്ട് ഇൻപുട്ട് എയും ബിയും ഒക്കെ കാണിക്കും. ഔട്ടിലൊരു ഡോട്ട് കാണിച്ചിട്ട് ഔട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ നേരെ നോറായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ വരയ്ക്കുമ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇൻപുട്ട് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, 0 0 0 1 1 0 1 1. ഈ ഒരു ഓർ ഗേറ്റിൽ 0 വരുന്ന സ്ഥാനത്ത് ഇവിടെ ഔട്ട് 1 ആവും,
ബാക്കി സ്ഥലത്തൊക്കെ ഇവിടെ 0 ആയിരിക്കും. അതാണ് OR ഗേറ്റിൻ്റെ നേരെ റിവേഴ്സാണ് ഇത് വരിക, NOR ഗേറ്റ് വരിക. ഓക്കെ, അപ്പോൾ AND ഗേറ്റ് പഠിച്ചാൽ NAND പഠിക്കാം, OR ഗേറ്റ് പഠിച്ചാൽ NOR പഠിക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ളത് NOT ഗേറ്റ് ആണ്. അത് പിന്നെ നമുക്കറിയാം, ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഇവിടെ 0 കൊടുത്താൽ 1 വരും, 1 കൊടുത്താൽ 0 വരും. പിന്നെ അടുത്ത ഒരു സംഭവമാണ് എന്ത്, XOR ഗേറ്റ്. ആ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. അതാണ് XOR ഗേറ്റിൻ്റെ സിമ്പിൾ, A B C. ഇതിൻ്റെ ടേബിൾ ആർക്കും തെറ്റൂല, കാരണം A B C 0 0 0 1 1 0 1 1. അതായത് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരാൾ ഹൈ ആയാലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, ഹൈ ആവുക. ഇതാണ് XOR ഗേറ്റ് കേട്ടോ. XOR ഗേറ്റ് ഇതാണ്. അപ്പോൾ ഈ ലോജിക് ഗേറ്റിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ഇയറിൽ ഇങ്ങനത് പഠിച്ച സാധനം തന്നെയാണ് ഇത്. ചില സമയങ്ങളിൽ ഈ സബ്ജക്റ്റിൽ വീണ്ടും ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ഏറെക്കുറെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമുക്ക് ഇതേപോലെ ഒരു ക്ലാസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ട് അല്ലെങ്കിൽ പോരായ്മകളുണ്ട്, അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തി കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു ക്ലാസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എഴുതാം.